ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ രാത്രികാലം സുഖകരമായ നിദ്രയെ പ്രദാനം ചെയ്തു. അധികാലത്ത് എഴുന്നേൽക്കുവാൻ വലുവനായ ദൈവം ആരോഗ്യവും ബലവും ശക്തിയും പ്രദാനം ചെയ്യുന്ന മഹാകൃപയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവരെയും കർത്തൃനാമത്തിലെ സ്വാഗതം ചെയ്യുന്നു. പ്രഭാത ചിന്തയ്ക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക വേദഭാഗം ശേഷിപ്പ് എന്നുള്ള വിഷയത്തെ ആധാരമാക്കിയാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക വാക്യം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം അതിപ്രകാരം വായിക്കുന്നു: മഹാസർപ്പം സ്ത്രീയോട് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽ പുറത്തെ മണലിന്മേൽ നിന്നു. മഹാസർപ്പം അത് സാത്താനെ കുറിക്കുന്നു, സ്ത്രീ സഭയെ കുറിക്കുന്നു, അല്ലെ മണവാട്ടിയാകുന്ന സഭ. ഈ സഭയിൽ ഉള്ളവരാരാണ്? ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ, 10 കൽപ്പനകളും ഒരുപോലെ പ്രമാണിക്കുന്നവർ. രണ്ടാമത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്നവർ. മൂന്നാമത് സഹിഷ്ണുത ഉള്ളവരാകുന്നു. നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുതയുള്ളവരായി നാം മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ മുൻപിൽ ഏറ്റവും അനുഗ്രഹമാണ് എന്ന ഈ സമയത്ത് ഓർപ്പിച്ചുകൊള്ളുന്നു. അങ്ങനെ അതിൽ വീണ്ടും ഓർപ്പിക്കുന്നു. 1-ാം സങ്കീർത്തനം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ പ്രകാരം ഓർപ്പിക്കുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവരും ആണ്. അപ്പോ ഒരു ശേഷിപ്പിന്റെ അനുഭവം എന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നമ്മളായിരിക്കുന്ന സമൂഹത്തില് വിവിധങ്ങളാകുന്ന രീതിയിലുള്ള ആൾക്കാര് നമ്മളെ ചുറ്റുപാടുകൊണ്ട്. ആരോട് നമ്മൾ ഇടപെടണം, എന്താണ് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ സ്വയം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ തീരുമാനമെടുത്തു വേണം അവരുമായിട്ട് നമ്മൾ ഇടപെടുവാനായിട്ട്. രണ്ടാമത് പറയുന്നു, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. നമ്മൾ ഒരിക്കലും പാപികളുടെ വഴിയിൽ നിൽക്കുവാൻ പാടില്ല. മൂന്നാമത് പരിഹാസികളുടെ ഇരിപ്പിടത്തിലും നമ്മൾ ഇരിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ നീതിമാന്മാര് ഇവിടെ പറയുന്നു, അവർ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. ദൈവകൽപ്പന അനുസരിച്ച്, ദൈവപ്രമാണം അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യകരമായ അവസ്ഥ അവരുടെ മുൻപിലുണ്ട്. നമ്മൾ വീണ്ടും പറയുന്നു, അവർ ദൈവകൽപ്പന ലംഘിക്കുകയില്ല, പോഷ്ക് പറയില്ല, നീതികളുടെ പ്രവർത്തിക്കുകയില്ല, മറ്റുള്ളവരെ ചതിക്കുകയില്ല. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുൻപിൽ പോഷ്ക് പറയാൻ പാടില്ല, അതുപോലെ നീതിയോട് പ്രവർത്തിക്കുവാനായിട്ട് പാടില്ല, മറ്റുള്ളവരെ ചതിക്കുവാനായിട്ട് പാടില്ല. അവർ വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരൊരു വേർപെട്ട ജീവിതമാണ് നയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് ഒരു ശേഷിപ്പിന്റെ അവസ്ഥയാണ്. ഈ ശേഷിപ്പിനെതിരെ സാത്താൻ നിരന്തരം പോരാടിക്കൊണ്ട് ഇരിക്കാവുന്നു. സ്വർഗത്തിൽ ഈ സാത്താന്റെ പോരാട്ടമുണ്ടായി, അവിടെ പരാജയപ്പെട്ടു. വീണ്ടും ഏതെങ്കിലും മുതൽ ഇങ്ങനെ പോരാട്ടം നടത്തിക്കൊണ്ട് ഇരിക്കാവുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ സഭയ്ക്കെതിരെ എപ്പോഴും പോരാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് സാത്താന്റെ ലക്ഷ്യം. സത്യസഭയെ, അതായത് ശേഷിപ്പിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് സാത്താന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ഇവിടെ ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് വിശുദ്ധ കൽപ്പന പ്രകാരം, പിതാവായ ദൈവം നൽകിയിരിക്കുന്ന വിശുദ്ധ കൽപ്പന പ്രകാരം 4-ാം കൽപ്പന ആയ വിശുദ്ധ ശബത്തിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മുൻപോട്ട് നീങ്ങുന്നവരോട് മാത്രമാണ് കൂടുതലായിട്ട് സാത്താന് ശത്രുതയുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് നമ്മൾ കഴിയുമെങ്കിൽ സാത്താൻ തന്റെ വൃതന്മാരെയും തെറ്റിക്കുവാൻ അലറുന്ന സിംഹം പോലെ നടക്കുകയാവുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുൻപോട്ട് നീങ്ങേണ്ടത് ആവശ്യമാകുന്നു.
ഇവിടെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ദൈവമക്കൾക്ക് യേശുവിന്റെ സാക്ഷ്യം ഉണ്ടായിരിക്കണം, അത് പ്രവചനത്തിന്റെ ആത്മാവാകുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നിങ്ങൾ യഥാർത്ഥമായ യേശുവിന്റെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ, യേശുവിനെയും വചനത്തെയും മുറുകെ പിടിക്കണം. അപ്പോൾ ഭൂമിയിലുള്ള സകല പോരാട്ടങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടും എന്ന് ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് നാം വിശ്വാസത്തിൽ മുന്നേറുക. ഈ തിരുവചന ഭാഗങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വ്യക്തികളുടെ പേര് ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ബ്ലെസി കുര്യൻ കുമ്മനാട്, അജിൻ അജി ബെന്നിക്കുളം, ഇവരെയും ദിവസങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്വപിതാവാം, നല്ല കർത്താവേ, നല്ല പ്രഭാതം അടിയങ്ങൾക്ക് പ്രദാനം ചെയ്ത് മഹാകൃതിക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾ ലഭിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശേഷിപ്പിന്റെ അനുഭവത്തിൽ ദൈവകൽപ്പനയും യേശുവുള്ള വിശ്വാസം കാത്തുകൊണ്ട് സഹിഷ്ണുത പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് അടിയങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എൻ്റെ മക്കളെ ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ബ്ലെസി കുര്യനായി പ്രാർത്ഥിക്കുന്നു, അജിൻ അജിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഇത്രത്തോളം വഴി നടത്തിയ മഹാകൃപയ്ക്കായ സ്തോത്രം. ലഭിക്കുന്ന സമയങ്ങളിലും ആ വിലയേറിയ നന്മകൾ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾപ്പിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നല്ലൊരു ദിവസം നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.